ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ ഇടിച്ചക്കല്ലേ, നമ്മൾ സാധാ ചക്ക വെട്ടുമ്പോൾ ഇങ്ങനെ കാണിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. ആ ചക്ക ചെറുങ്ങനെ കൊത്തി അരിഞ്ഞാണ്ട് ഉപ്പും കരിവേപ്പിനരിയും പച്ചമുളകും ഇട്ടിട്ട് ഇതാ ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിൽ കിടന്ന് നല്ലോണം ഒന്ന് വേവട്ടെ കേട്ടോ. അതിൻ്റെ ശേഷം നമുക്ക് വറവിടുന്ന് കാണിക്കാം. ഇപ്പോൾ ഇതട്ടാ അതൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചക്ക ഇതാ നല്ല കൊത്തൻ ചക്ക പോലെ ആയില്ലേ, കൊത്തി അരിഞ്ഞ മാതിരി ആയില്ലേ. കുറച്ച് വലുതാക്കി മുറിച്ചിട്ടിട്ട് ഈ കുക്കറിൽ വെച്ചിട്ട് 2 കൂക്ക് വന്നാൽ നല്ല കൊത്തി അരിഞ്ഞ ചക്ക പോലെ ആവട്ടത്. അതേപോലെ ഒരു ചട്ടം കൈ എടുത്തിട്ട് നല്ലോണം അങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ നല്ല ബന്ധം ചെയ്തിട്ട് നല്ല കൊത്തി അരിഞ്ഞ ചക്ക പോലെ ആയിട്ടുണ്ട്. ഇനി ഇത് അസലായിട്ടൊന്ന് വെളുത്തുള്ളി കരിവേപ്പിലയും കടുകും എല്ലാം ഇട്ടാണ്ട് വറ്റൽമുളകും ഇട്ടാണ്ട് വറവിട്ടാൽ അടിപൊളി സാധനമാണ് മക്കളെ. കാട്ടിത്തരട്ടോ. എല്ലാം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് ഇതാ ഈ വറ്റൽമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ കുറച്ച് എന്താണ് പെട്ടത് വെളുത്തുള്ളി കേട്ടോ. അടി തട്ടാണ്ട് ഇളക്കണം. പുതിയ ചട്ടിയാണ്, അടി വര വീഴും മക്കളെ. അതുകൊണ്ടാണ് ഞാൻ അടി തട്ടാതെ ഇളക്കുന്നത്. കൈയൊന്ന് നല്ലോണം റെഡി ആവട്ടെ. കരിവേപ്പിൻ്റെ കൂടെ അതിലിട്ട് കൊടുത്ത് നല്ലോണം ഒന്നും കൂടെ അങ്ങനെ ഇതാക്കിയാൽ കഴിഞ്ഞിട്ടോ. നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ല അടിപൊളി മണമുണ്ട്. വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.